അസ്സലാമലൈക്കും. എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം? പിന്നെ എൻ്റെ ചാനൽ കുറേ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പുതിയതാണല്ലോ. അപ്പോൾ കാണുന്നവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്താണോ കമൻറ്റ് തോന്നുന്നത്, നല്ലതാണെങ്കിലും ബെടക്കാണെങ്കിലും എല്ലാം കമൻറ്റ് ഇട്ടോ കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പറയാൻ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്താക്കി, ഒരാഴ്ചയായി പൈപ്പിൽ വെള്ളം വരുന്നില്ല. വെള്ളം കുറവായതുകൊണ്ടായിരിക്കണം അങ്ങനെ വരാത്തത്. അപ്പം ഞാനിവിടെ ഒരു പഞ്ചായത്തിന് കിണറുണ്ട്, അവിടെ പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് അലക്കിയ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ എന്താക്കി, അവിടെ പോയി കിണറിൻ്റെ അടുത്ത് അവിടെ പോയി അവിടുന്ന് വെള്ളം പിടിച്ച്, പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് അലക്കാൻ കഴിയുന്നില്ല, വെയിലായിട്ടേ. രാവിലെ ആണെങ്കിൽ പറ്റും. അപ്പോൾ രാവിലെ പിന്നെ മദ്രസയിലും സ്കൂളിലൊക്കെ പോകേണ്ട തിരക്കൊണ്ട് രാവിലെ ആവില്ല. അപ്പോൾ ഒരു 9 മണി 9:30 എല്ലാം ആകുമ്പോഴത്തേക്ക് വെയിലും വരും, പിന്നെ തീരെ ആവില്ല, ഭയങ്കര ചൂട്. അപ്പം ഞാൻ വിചാരിക്കുക, ഈ വയനാട് എപ്പോഴും തണുപ്പുള്ളൊരു സ്ഥലമാണല്ലോ, രാവിലെ തന്നെ തണുപ്പാണ്, രാത്രിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുക, പകലിവിടെ ഇങ്ങനെ ചൂടാണെങ്കിൽ നാട്ടിലേക്കൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഇത് താഴെ നാടുഭാഗത്തേക്കൊക്കെ എന്തായിരിക്കുള്ള ഒരവസ്ഥ, ചൂട് കൊണ്ട് എങ്ങനെ ആയിരിക്കും മനുഷ്യന്മാരെ നിൽക്കുന്നത്. പിന്നെ വെച്ചാൽ ഞാനേ ഒരാളെ വീഡിയോ ഒരു താത്താൻ്റെ ചാനൽ കുറേ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അതിൽ പിന്നെ ആ ചാനലിൻ്റെ പേരെന്തായിരുന്നു, അവരുടെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നാട്ടോ കണ്ടേ. ചാനൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്, പക്ഷെ വീഡിയോ മുഴുവനും ഞാൻ ഇന്നാണ് നോക്കിയത്. അപ്പോൾ പിന്നെ ബീൻ ഫാമിലി. അപ്പോൾ പിന്നെ ആ താത്താൻ്റെ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ കുറേ സ്ക്രീൻഷോട്ട്, ഈ തുമ്പനയിൽ സ്ക്രീൻഷോട്ട് കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ അത് ലൈവിൽ വന്നതാന്ന് തോന്നുന്നു മെസ്സേജുകൾ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാ പഠിച്ചോനെ ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുള്ളത്, കാണാൻ കഴിയൂലത്, എന്തൊക്കെ വൃത്തികേട്. അയാളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, നമ്മളൊക്കെ കാണുന്ന ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തി തന്നെയാണത്. പക്ഷെ ഞാൻ കരുതി എന്താണെന്ന് പറയാം, ഞാൻ അയാളെ കുറേ വീഡിയോ, ഈ താത്താൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ അയാളെ വീഡിയോ കാണലുണ്ട്. അപ്പോൾ പിന്നെ അയാളിങ്ങനെ ഓരോരുത്തർ മരിച്ചതോ അതും ഇതൊക്കെ അതേപോലെ ഇട്ടിട്ടെല്ലാം ഞാൻ കണ്ടിന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കുമോ, ഇത് നല്ലൊരു മനുഷ്യനെന്ന് തോന്നുന്നു. അയാളുടെ ശബ്ദവും പിന്നെ വീഡിയോയിൽ അയാളെ കാണുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇയാൾ നല്ലൊരു മനുഷ്യനെന്ന് തോന്നുന്നല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായത് ആ ഒരൊറ്റ മെസ്സേജിലൂടെ അയാൾ എനിക്ക് മനസ്സിലായി. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ലൈവ് വരുമ്പോൾ ഇങ്ങനെ പിന്നെ കമൻറ്റ് ഇടൂലേ, അത് ലൈവിലുള്ളതാന്ന് തോന്നുന്നു. ആ താത്ത സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ വായിക്കന്നെ ചെയ്യണം, കാണുന്ന ആൾക്കാരത്. എന്തോ ഒരു അറപ്പായി പോകും ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ എന്തോ ഒരു അറപ്പ് പോലെ തോന്നുക. ഞാൻ നല്ലൊരു മനുഷ്യനാണ് അയാളെ കുറിച്ച് വിചാരിച്ചത്. എന്തായാലും അതങ്ങ് പോയി കിട്ടി ആ വിചാരം. എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഞാൻ എന്താക്കി, ആ താത്താൻ്റെ എല്ലാ വീഡിയോയും കയറി കണ്ട്. ആ താത്ത നല്ലോണം സംസാരിക്കുന്ന ഒരു പെണ്ണുങ്ങൾ, പിന്നെ നല്ല സംസാരിക്കുന്നുമുണ്ട്, എല്ലാം നല്ലോണം വർത്തമാനം പറയുന്നൊരു പെണ്ണുങ്ങൾ തന്നെ. പിന്നെ പറയാൻ അയാളുടെ കമൻറ്റ് എന്തൊക്കെ അറപ്പും വെറുപ്പുള്ള, ലൈവിലൊക്കെ അങ്ങനെ കമൻറ്റ് എത്ര ജനം അത് കാണുന്നുണ്ടാവുക, അവർക്ക് സബ്സ്ക്രൈബ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ആ സബ്സ്ക്രൈബെല്ലാം അത് കാണുന്നുണ്ടാവില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ കമൻറ്റ് ഇടുമ്പോഴേ എനിക്കെന്തോ ഒരു വെറുപ്പ് വന്നു ആ മനുഷ്യനോട്. ഞാൻ വിചാരിക്കുമോ, നല്ലൊരു ദീനിയായ നമ്മളാൾ കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ദീനിയായ ഒരു മനുഷ്യനാണ് അയാളെന്നാണ് ഞാൻ വിചാരിച്ചത്. കമൻറ്റ് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു വെറുപ്പ് വന്നുപോയി. വെറുപ്പ് വെച്ചാൽ ഭയങ്കര ഒരു വെറുപ്പായി. ഇപ്പോൾ ഞാൻ അതെല്ലാം വായിച്ച് പിന്നെ അതാത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തല്ല, നമ്മൾ ഒരാളെ കാണുന്നത് പോലെയല്ല അയാളെ ഉള്ളിൽ. നമ്മൾ വിചാരിക്കും ഒന്ന് ചിരിച്ച്, ഞാൻ എന്തായാലും പറയുന്നത്, ഞാൻ വിചാരിക്കും എന്നോടൊന്ന് ചിരിച്ചുമുണ്ടേ, ഞാൻ വിചാരിക്കുമോ നല്ല മനുഷ്യന്, നല്ല സ്വഭാവം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാനങ്ങനെ വിചാരിക്കില്ല. മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാ പറഞ്ഞത്, വിശ്വസിക്കാൻ നമ്മൾ ഒരിക്കലും കണ്ണടച്ച് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് എനിക്കെന്തായാലും മനസ്സിലായി. മക്കളെ, റിയാക്ഷൻ വീഡിയോയിൽ ഇത്രയ്ക്ക് ഇതുണ്ട് എന്നുള്ളത് ഞാൻ
ഓരോ വീഡിയോ ഞാൻ കാണുന്ന റിയാക്ഷൻ വീഡിയോയിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെന്താ, ഓരോരുത്തരും ഇഷ്ടം, അവരെന്തൊക്കെയോ ആയി തന്നെ വിളിച്ചു പറയുന്നത്, അപ്പോൾ മറ്റുള്ളവരും വിളിച്ചു പറയുന്നത്. എന്ത് പറയാനാ, എനിക്ക് ബേജാറാകുന്നു. പഠിച്ചോളെ, ഞാൻ വിചാരിക്കിനി എൻ്റെ എല്ലാം വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്താരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നുള്ള അങ്ങനത്തെ പേടിയും ഉണ്ട്. എന്താക്കണം, നമ്മളൊക്കെ ഇതിൽ വന്ന് എന്തെങ്കിലും ഒരു വരുമാനം ആക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ പിന്നീട് അത് കച്ചറക്കൊരു ഇടയാവുന്നു. റിയാക്ഷൻ വീഡിയോ, ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തുടക്കത്തിൽ 2 വീഡിയോ ചെയ്ത് അപ്പോഴേക്ക് പറഞ്ഞു വേണ്ട റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട നീ, അത് പിന്നീടൊരു പ്രശ്നം ഇഷ്യൂ ആയിത്തീരുന്നു പറഞ്ഞു. എനിക്ക് അതിന് ഇഷ്ടം ചെയ്യാൻ അതന്നെ ഇഷ്ടം. പക്ഷേ എനിക്ക് പറഞ്ഞു വേണ്ട, അത് ചെയ്യണ്ട. അങ്ങനെ അതവിടെ സ്റ്റോപ്പ്, ആ 2ഓടുകൂടി നിർത്തി. പിന്നെന്താ, വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എനിക്ക് സുഖം തന്നെ. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം മക്കളെ ഒന്ന് പറയേണ്ട ഇവിടുത്തെ ഒരവസ്ഥ. ഇനിയിപ്പോൾ ഏപ്രിൽ, മെയ്, ഇത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 3 മാസം നരകതുല്യമായ ജീവിതം. എനിക്കതിനോടാണ് എല്ലാം അലക്കാനുള്ള എല്ലാം ഒരു 3-4 ചാക്കിലാകുന്ന വരെ വെക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു ദിവസം ഒരു പോക്ക് പുഴയിലേക്ക് മൊത്തം അലക്കാം.